ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാധാരണമായിട്ട് ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ ചെറുതായിട്ടൊരു ഫേസിനൊരു വ്യത്യാസമുണ്ടാകും. റിങ്കിൾസ് കാണാൻ പറ്റും, ചെറിയ ഫൈൻ ലൈൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ മുഖത്തിന് കുറച്ച് കളർ ദേഹത്തിനും മുഖത്തിനുമൊക്കെ കുറഞ്ഞു കൊണ്ടുവരും. നമ്മളപ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഓടിപ്പോയി ഇപ്പോൾ ഓടിപ്പോയി എസ്തെറ്റിക് സെൻറ്ററിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. പക്ഷേ ആ എടുക്കുന്ന ദിവസത്തോടെ ചേർത്ത് നമ്മളതിനെ നിർത്തും. ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ ഫേസിൽ ആ ഏജിൻ്റെ പ്രോസസ്സിങ് ടൈമിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസത്തെ നമുക്ക് ഉറപ്പായിട്ടും കുറയ്ക്കാനും മാറ്റാനും ഒക്കെ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ പരിഹാരങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഒന്ന് കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് ക്രമേണ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് നമ്മളുടെ ഫേസിലുണ്ടാവുന്നത് നിറയെ പേരുടെയും ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യമാണ്. ഒരുപാട് പേർ ഇതോർത്ത് വിഷമിക്കുന്നവരുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് നമ്മൾക്ക് നോക്കാം. ഇതിനു വേണ്ടി ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു കൊളാജിൻ ബൂസ്റ്റിംഗ് ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയർനെസ് ക്രീമോ ഒന്നും തന്നെയില്ല. നമ്മളുടെ വീട്ടിലുള്ള കുങ്കുമപ്പൂ വെച്ച് തന്നെ കുറേ അധികം പരിഹാരങ്ങൾ ഇതിനു വേണ്ടിയുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. ആദ്യമായിട്ട് അല്ലെങ്കിൽ ഗ്ലോസി ഫേസ് നമ്മൾക്ക് വേണ്ടത് ഉള്ളിൽ നിന്നുമാണ് മുഖത്തേക്ക് വേണ്ടത്. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, നമ്മൾക്ക് കുറച്ച് പാലെടുത്തിട്ട്, തിക്കായിട്ടുള്ള പാൽ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സ്ലിം മിൽക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അതിൽ കുറച്ച് നേരം ഒരു 2 നുള്ളു കുങ്കുമപ്പൂ ഇട്ട് കുതിർത്തിട്ട് പഞ്ചസാര ഒന്നുമില്ലാതെ തന്നെ കഴിക്കാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു 2, 3, 4 ബദാം തലേ ദിവസം കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് കുങ്കുമപ്പൂ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് സാഫ്രോൺ മിൽക്ക്, കുങ്കുമപ്പൂവിൻ്റെ പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ആ പാല് വെച്ച് തന്നെ അതിൽ നിന്നും 1 സ്പൂൺ പാലെടുത്ത് മാറ്റി ആ പാല് വെച്ച് തന്നെ ഒരു കോട്ടൺ പാഡ് വെച്ച് ആ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കൂൾ മിൽക്കാണെങ്കിൽ കുറച്ചും കൂടെ നൽകുക. അതിൽ നിന്ന് 2 3 സ്പൂൺ പാലെടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു കോട്ടൺ പാഡ് മുക്കി ആ ഒരു പാഡ് ഫേസിൽ, ആ ഒരു കോട്ടൺ പാഡ് സാഫ്രോൺ മിൽക്കിൽ മുക്കിയ കോട്ടൺ പാഡ്, ബദാം മിൽക്കാണെങ്കിൽ ബദാം കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, കോട്ടൺ പാഡ് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്ത് ക്ലീൻ ചെയ്യുന്നത് ഫേസിലുണ്ടാകുന്ന സൺ ടാനിനെയും സൂര്യപ്രകാശത്തിൻ്റെ ആഘാതം കൊണ്ടുണ്ടായ അല്ലെ ക്ലൈമറ്റ് കൊണ്ടുണ്ടായ നിറവ്യത്യാസത്തെ, കുറച്ച് പേര് പറഞ്ഞിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ കളർ മാറുന്നു, അങ്ങനെയുള്ള നിറവ്യത്യാസത്തെ ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് നേരം കുതിർത്ത് വെച്ച ഈ സാഫ്രോൺ മിൽക്ക് നിങ്ങളൊന്ന് തിളപ്പിച്ചും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാഫ്രോണിൻ്റെ ഫുൾ എസൻസ് ആ പാലിലോട്ട് വന്നിട്ട് നമ്മൾക്ക് അതുപോലൊരു പ്രയോജനം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 4 ദിവസം സാഫ്രോൺ മിൽക്ക് കഴിക്കാവുന്നതാണ്. കഴിക്കുമ്പോഴൊക്കെ അതിൽ നിന്നും 2 3 സ്പൂൺ എടുത്ത് മാറ്റി വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു സാഫ്രോൺ മിൽക്കും കൊണ്ട് ഐസ് ക്യൂബ് ഉണ്ടാക്കി ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഫേസിന് നല്ല കളർ കിട്ടാനും ഗ്ലോ കിട്ടാനും സൺ ടാനൊക്കെ മാറാനും ബ്ലാക്ക് മാർക്കുകളും ഫൈൻ ലൈൻസും ഒക്കെ മാറാനും ഒരുപാട് നല്ലതാണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് നമ്മൾക്ക് ഏജ് ആകുമ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ആകും. എന്തുകൊണ്ടാണ്? ഹൈഡ്രേഷൻ കുറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഡ്രൈ ആകുമ്പോഴാണ് സ്കിൻ വലിഞ്ഞിട്ട് ഫൈൻ ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളതിന് സാഫ്രോൺ എങ്ങനെ യൂസ് ചെയ്യാം? കുറച്ച് വെണ്ണ എടുക്കുക. വെണ്ണ എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വെണ്ണയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഈ സാഫ്രോൺ നിങ്ങൾക്കിടാം. അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് അതിലേക്ക് 2 നുള്ളു സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ ഇട്ടിട്ട് നല്ലതായിട്ട് ബോയിൽ ചെയ്ത വാട്ടറിലോട്ട് ഈ വെണ്ണ ഇറക്കി വെക്കണം. ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കരുത്. ചൂടാക്കുമ്പോൾ അത് നെയ്യായിട്ട് മാറും. അത് വേറെ തന്നെ പ്രോസസ്സിംഗ് ആണ്, ഡബിൾ ബോയിലിംഗ് ആണ്. ബോയിൽ ചെയ്ത വാട്ടർ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾക്ക് വേണ്ടത്ര 1 സ്പൂൺ വെണ്ണ എടുത്തിട്ട് അതിലേക്ക് 2 നുള്ളി കുങ്കുമപ്പൂവും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ക്രീം കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈവനിങ്ങിലോ, അതായത് ആഫ്റ്റർ 5 o'clock ഉള്ള വെയിലോ മോർണിംഗ് 6 to 6:30 വരെയുള്ള വെയിലോ ഒന്ന് കൊള്ളുന്ന വളരെ നല്ലതാണ്. ഒരുപാട് വെയിലല്ല, ഇളവെയിൽ എന്നാണ് അതിന് പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇളവെയിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഫേസിൽ അടിക്കുന്നതിനേക്കാളും ഇതുപോലെ വെണ്ണയും സാഫ്രോണും കൂടെ മുഖത്ത് തേച്ചിട്ട് ചെറുതായിട്ടൊന്ന് വിൻഡോ വഴി അടിച്ചാൽ മതി കേട്ടോ, പുറത്ത് പോയി നിൽക്കണമെന്നില്ല. വിൻഡോ വഴി വെയിൽ കൊണ്ടാൽ മതിയാവും. അത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 20 minutes അല്ലെ 15 minutes നല്ല ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും റിങ്കിൾസ് കുറയാനും ഏജ് റിവേഴ്സ് ആവാനും സഹായിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഈ ബട്ടർ ആൻഡ് സാഫ്രോൺ ക്രീം നിങ്ങൾക്ക് ആഴ്ചയിൽ 4 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ 5 ദിവസം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ സാഫ്രോണിൻ്റെ ഒരു ഫേസ് പാക്ക് നമ്മൾക്ക് ഫേസ് ലിഫ്റ്റിങ്ങിനും കഴുത്തിൻ്റെ റിങ്കിൾസിനും നമ്മളുടെ കൈയുടെ റിങ്കിൾസിനും ഒക്കെ നോക്കാം. ഈ വെണ്ണ ഇതേപോലെ തന്നെ ബട്ടറിൽ നന്നായിട്ട് ക്രീമാക്കിയ ഈ ഒരു ബട്ടർ സാഫ്രോൺ ക്രീമിലേക്ക് കുറച്ച് പൗഡർ ചെയ്ത ഓട്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ കാച്ചാത്ത പാൽ ഒഴിച്ച് നന്നായിട്ട്, ഒരുപാട് ഒഴിക്കരുത്, 1/2 സ്പൂണ് 1/4 സ്പൂണൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്ക് പോലെ ആക്കി നിങ്ങളുടെ ഫേസിൽ ദിവസവും ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 4 3 പ്രാവശ്യം ഇതുപോലെ ഫേസ് പാക്ക് ആക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഫൈൻ ലൈൻസിനും റിങ്കിൾസിനും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഫെയർനെസ് തരാനായിട്ടും സഹായിക്കുന്നതാണ്. സൺ ടാനിൽ നിന്നും ക്ലൈമറ്റിൻ്റെ ചേഞ്ചിൽ നിന്നും ഒക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബട്ടർ അത്രയ്ക്കും നല്ലതാണ്. അതേപോലെ തന്നെയാണ് സാഫ്രോൺ, കുങ്കുമപ്പൂവും ഇതെല്ലാം കൂടെ ചേർന്ന് പാലും കൂടെ ചേർത്ത് നിങ്ങൾ ഇടുമ്പോഴേക്കും നല്ല ഗ്ലോ നിങ്ങൾക്ക് ഫേസിൽ കിട്ടും. ആഴ്ചയിൽ നിങ്ങൾക്ക് 7 ദിവസവും ഇതിടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാടല്ല, വളരെ ജെൻറ്റിലായിട്ട് വേണം ഫേസും കഴുത്തും ഒക്കെ മസാജ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്കും ഈ ഒരു ബട്ടർ ക്രീമും നിങ്ങളുടെ കയ്യിലും മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ റിങ്കിൾസ് ഒക്കെ മാറി കൈയൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലിപ്സിലും ഇത് നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് സേഫാണ്. ഉള്ളിലേക്ക് പോയാലും ബട്ടറും കുങ്കുമപ്പൂവും പാലും മാത്രമാണുള്ളത്. അത് നിങ്ങൾക്ക് ലിപ്സിലും മസാജ് ചെയ്ത് കൊടുത്താൽ ലിപ്സ് ഒന്ന് പ്ലംപ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മളുടെ ലിപ്സ് ഒന്ന് ഷേപ്പ്ലെസ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിപ്സ്റ്റിക് ഇടാനായിട്ട് അത്ര ഈസി ആയിരിക്കത്തില്ല. നിങ്ങളുടെ ഫേസ് ഷ്രിങ്ക് ആകുന്ന പോലെ തന്നെ ലിപ്സും ഒരു ഏജ് ആകുമ്പോൾ ഷ്രിങ്കായി ഷേപ്പ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിപ്പ് ലൈനർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. നല്ല തടിച്ച ചുണ്ടുള്ളവർക്കൊക്കെ ലിപ്പ് ലൈനൊക്കെ വളരെ ബലഹീനമായിട്ട് വരുന്നത് കാണാം. അതിന് നമ്മൾക്ക് ഈ ഒരു ബട്ടർ ക്രീം, കുങ്കുമപ്പൂവും ബട്ടറും കൂടെ ഉള്ള ആ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഓട്സിൻ്റെ പൊടിയും കുങ്കുമപ്പൂവും കുറച്ച് ബട്ടറും പാലും ഒക്കെ കൂടെ മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് ബദാമിൻ്റെ പൗഡർ കൂടി ഇട്ട് ആഴ്ചയിൽ 1 2 ദിവസം ഒരു 2-3 റോബസ്റ്റ ബനാന കൂടി ഇട്ട് മിൽക്ക് ഷേക്ക് പോലെ കുടിക്കുന്നതും നിങ്ങൾക്ക് നല്ല രക്തപ്രസാദം ഉണ്ടാകാനും ഫേസിനൊരു യുവത്വമുള്ള ഗ്ലോ തരാനും സഹായിക്കുന്നതാണ്. നല്ല യൂത്ത്ഫുൾ ലുക്ക് തരാനായിട്ടും റേഡിയൻറ്റ് ഗ്ലോ തരാനായിട്ടും ഈ ഒരു സ്മൂത്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ബട്ടർ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി, ഒരുപാട് എടുക്കേണ്ട. ബട്ടർ കൊളസ്ട്രോൾ വരും എന്ന് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ബട്ടർ വളരെ സേഫാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ബട്ടറാണ് അത്രയും നല്ലത്. 1/2 ടീസ്പൂൺ ബട്ടർ ഇടുക. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. കാരണം ബട്ടർ വളരെ സേഫ് ടു ദ ഹാർട്ടാണ്. നിങ്ങൾക്ക് ബട്ടർ ഇട്ട് ഇതുപോലെ ഓട്സും ഇട്ട് കുങ്കുമപ്പൂവും ഇട്ട് കുറച്ച് കുതിർത്ത ബദാമും കൂടി ഇട്ട് ഒരു ഹാഫ് റോബസ്റ്റ പഴം കൂടിയിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മാജിക്കലായിട്ട് ഗ്ലോ ആകുന്നത് കാണാൻ പറ്റും. ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മുടെ അലോവേറ ജെല്ലിലേക്ക് കുറച്ച് സാഫ്രോൺ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിനി ഓയിലി ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ തിക്കായിട്ടൊരു ക്രീം വേണമെന്നില്ല, വളരെ ലൈറ്റായിട്ട് വേണം ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടൊരു ഫേസ് പാക്ക് എന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേറ ജെല്ലും കുറച്ച് കുങ്കുമപ്പൂവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് കുറച്ച് റൈസ് ഫ്ലോർ ഇല്ലെങ്കിൽ നമ്മളുടെ വിഭൂതി സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഹെർബ്സും അതിൽ തന്നെയുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് ഡബിൾ ഗ്ലോ ആണ് ഫേസിലേക്ക് കിട്ടുക. നിങ്ങൾക്ക് ഫേസിലിട്ട് തുടങ്ങുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഏജ് റിവേഴ്സ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ല നമ്മളുടെ റെജിനുവേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തും നിങ്ങൾക്ക് കുങ്കുമപ്പൂ മിക്സ് ചെയ്ത് ഫേസിലിട്ട് നോക്കാവുന്നതാണ്. ഫേസ് പാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് നിങ്ങൾ ഫേസിലിടുന്നത് 7 മുതൽ 10 മിനിറ്റ് വരെ അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ മാത്രമാണ്. ഒരുപാട് ഫേസിൽ ഡ്രൈ ആകാനായിട്ട് നിൽക്കരുത്, ലൈൻസ് വീഴും. അതുകൊണ്ട് സെമി ഡ്രൈ ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഫേസിൽ വാട്ടർ സ്പ്ലാഷ് ചെയ്തിട്ട്
ഒന്ന് കുതിർത്തിട്ട് വേണം ഫേസ് വാഷ് ചെയ്ത് കളയാനായിട്ട്. ഒരിക്കലും ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ കഴിയുമ്പോൾ നമ്മളുടെ ഫേസ് ഒരുപാട് എക്സ്ഫോളിയേറ്റ് ആവുകയും നമ്മളുടെ ഫേസ് റഫാകുകയും ഫ്രിക്ഷൻ കാരണം റഫാകുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. ഫേസ് പാക്ക് ഇടാൻ മറക്കരുത്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. വാങ്ങുമ്പോൾ നല്ല കുങ്കുമപ്പൂ വാങ്ങണം. ഒരുപാട് വില കുറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്നു എന്ന് പറയുന്നത് കുങ്കുമപ്പൂ ആയിരിക്കത്തില്ല. കുറച്ച് പൈസ കൊടുത്താലും സാരമില്ല. നല്ല ബ്രാൻഡിൻ്റെ കുങ്കുമപ്പൂ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നല്ലൊരു ബോഡി ലോഷൻ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജെല്ലെടുക്കുക. അതിലേക്ക് കുങ്കുമപ്പൂ നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേറ ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഡ്രോപ്പ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലാണുള്ളത്, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്സ്, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ഒരു 3-4 ഡ്രോപ്സും കൂടെ മിക്സ് ചെയ്ത് ബോഡി ഫുള്ള് തേക്കുന്നത് ബോഡി ഡ്രൈ ആവാതിരിക്കാനും. നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റ് ആയിട്ട് തോന്നും, ഈ മെനോപ്പസ് പീരീഡിൽ ബോഡിയൊക്കെ കുറച്ച് പുകയുന്ന പോലെയൊക്കെ തോന്നുന്നത് തടയാനും അതൊരു സൂത്തിങ് എഫക്റ്റ് തരാനും ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ബോഡി ലോഷനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. ഫ്ലാക്സ് സീഡ് ജെല്ലും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് എന്തെങ്കിലും ഒരു ഓയിലിൻ്റെ ഡ്രോപ്സും കുറച്ച് കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. അത് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ട, തേക്കേണ്ട. ആൽമണ്ട് ഓയിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ബോഡി ഫുള്ള് തേച്ച് നോക്കാവുന്നതാണ്. നല്ലൊരു ബോഡി ലോഷനാണ്. ഇനി നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടി സാഫ്രോൺ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് കുടിക്കുന്നത് നിങ്ങളുടെ ബോഡി ഒന്ന് റിജുനുവേറ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇനിയും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് സബ്സാ സീഡോ അല്ലെങ്കിൽ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തതോ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ കുടിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾക്ക് വയറ് ഫില്ലായിട്ട്, ചിയാ സീഡ് കൂടെ നല്ലതാണ്, വയറ് ഫില്ലായിട്ട് തോന്നാനും ഒക്കെ നല്ലതാണ്. ഇതിനകത്തേക്ക് ലൈം ഒരിക്കലും പിഴിഞ്ഞൊഴിക്കരുത്. കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു ഗുണം ആ ലൈം പിഴിഞ്ഞൊഴിക്കുന്നതിലൂടെ ഇല്ലാതാകും. അതായത് വിരുദ്ധാഹാരം എന്ന് പറയത്തില്ലേ, എന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്തോട്ട്, ഈ കുങ്കുമപ്പൂവിൻ്റെ വെള്ളത്തിനകത്തോട്ട് കുങ്കുമപ്പൂ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്യരുത്. കാരണം ഭയങ്കര അസിഡിക് എഫക്റ്റ് ഉള്ളതാണ് ലൈം. കുങ്കുമപ്പൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും രണ്ടിൻ്റെയും ഗുണം നിങ്ങൾക്ക് കിട്ടാതെ വിരുദ്ധാഹാരം പോലെയാകും. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കരുത്. വെറുതെ കുങ്കുമപ്പൂ വെള്ളത്തിലിട്ട് കുറച്ച് നേരം 1-1/4 മണിക്കൂർ വെച്ചിരുന്ന് അതിലേക്ക് ചിയാ സീഡോ അല്ലെങ്കിൽ കസ്കസോ എന്താണെന്ന് വെച്ചാൽ കുതിർത്തതും കൂടി ഇട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഷുഗർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇങ്ങനെ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏജ് റിവേഴ്സ് ആകുന്നത് കാണാൻ പറ്റും. ഫേസ് ഗ്ലോ ആവുന്നത് കാണാൻ പറ്റും. കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിളൊക്കെ മാറാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്രീമും നല്ലതാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് പാക്കും ക്രീമും അല്ലെങ്കിൽ ബോഡി ലോഷനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബോഡി ജെല്ലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുങ്കുമപ്പൂവ് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കുങ്കുമപ്പൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. ബട്ടർ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാനും ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ല ഗ്ലോ തരും ഫേസിന്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണുന്നവരെ ടേക്ക് കെയർ.